നമസ്കാരം. मुझे तो नहीं लगता तब तक मिलेगा. मैं तो चाहती हूँ मोदी को भी गोली मार दो सही में. जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा. मैं तो चाहती हूँ मोदी को भी गोली मार दो सही में. ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണത്. ഈ വീഡിയോ ദൃശ്യത്തിനൊപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങളും വിശദമായി എഴുതുന്നുണ്ട്. ഈ വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി വെടിവെച്ചു കൊല്ലും എന്നാണ്. കണ്ടില്ലേ? ഇവരാണ് ഏഷ്യാനെറ്റ് പറയുന്ന നീറ്റ് പരീക്ഷ സുതാര്യമാക്കാൻ സമരം ചെയ്യുന്ന സമാധാനവാദികളായ വിദ്യാർത്ഥികൾ എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നത് വിസ്മയ മോഹൻലാൽ പറയുന്ന പഞ്ചപാവം വിദ്യാർത്ഥികൾ ഇവരാണ് രഞ്ജിനി ഹരിദാസ് പറയുന്ന ഭാവിയിലെ വാഗ്ദാനങ്ങൾ. ഇവർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിച്ചത്. ഇവരുടെ മനസ്സിലെ ആഗ്രഹം പുറത്തു വന്നു. ജനാധിപത്യ രീതിയിൽ ഭരണമാറ്റം നടത്താൻ കഴിയാതെ രാജ്യത്തെ PM-നെ കൊന്നിട്ട് ഭരണത്തിലേറുക. പ്രിയരെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു സ്ത്രീ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് വെറും വാക്കല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരായ നേരിട്ടുള്ള വധഭീഷണിയാണ്. റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആവർത്തിച്ച് ചോദിച്ചിട്ടും യാതൊരു ഭയവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാം, ഞാൻ തന്നെ കൊല്ലുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഇതിന്റെ ധൈര്യം എവിടെ നിന്ന് വരുന്നു? ഇവർ ഒറ്റയ്ക്കല്ല. ഇത് ചുമ്മാ ഒരു തെരുവിൽ നിന്നുള്ള വികാര പ്രകടനമല്ല. ഇതിനു പിന്നിൽ ആരുണ്ട് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. NIA ഉടൻ കേസ് ഏറ്റെടുക്കണം. ഈ സ്ത്രീ ആരാണ്? ഇവരുടെ പശ്ചാത്തലം എന്ത്? ഇവർ ഏതൊക്കെ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ജനാധിപത്യത്തെ മോദി കശാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്രസക്തമാണ് ഈ വിഷയം. കാരണം ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമാണ് ഭാരതം. നിലവിലെ പ്രധാനമന്ത്രിയും ജനാധിപത്യത്തെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അതിലൊരു സംശയവുമില്ല. പിന്നെ CJPയുടെ പ്രവർത്തകന്മാർക്ക് തല്ലുകൊണ്ടതാണ്, പോലീസ് തല്ലിയതാണ് കാരണമെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അത് കേവലമായ ലാത്തി ചാർജ് മാത്രമാണ്. ടിയാമൻ സ്ക്വയറിലെ പോലെ യുദ്ധ ടാങ്കുകൾ കയറ്റിയിറക്കി കൊന്നുകളഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയുടെ വാക്കുകൾ വളരെ ക്ഷോഭകരമാണ്. അദ്ദേഹത്തിന് ധാർമ്മിക രോഷമുണ്ട്. പക്ഷെ ഓർക്കുക, 1989 മൗലിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ചൈനയിലെ 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് മുകളിലൂടെയാണ് യുദ്ധ ടാങ്കറുകൾ കയറ്റി കൊന്നുകളഞ്ഞത് ടിയാമൻ സ്ക്വയറിൽ. ഇവിടെ ചെറിയ ലാത്തിയടിയൊക്കെ ഉള്ളൂ. അത് അവർ പോലീസിനെ കല്ലെറിയുന്നതുകൊണ്ട് സംഭവിച്ചതാണ്. ഇവിടെ നമുക്ക് ചർച്ച, എന്തിനാണ് മന്ത്രി രാജിവെക്കുന്നത്? നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു, ഗുരുതരമായ തെറ്റ്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മുടെ തലമുറയെ തകർക്കുന്ന ഗുരുതരമായ തെറ്റ് ചെയ്ത 13 പേരെ പിടിച്ചു ജയിലിലിട്ടിരിക്കുകയാണ്. പരമാവധി ശിക്ഷ അവർക്ക് കൊടുക്കും. ഇതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടി വരുന്നത് എന്തിനാണ്? അതായത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നല്ലാതെ മന്ത്രിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കഴിയില്ല. അത് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ. ഒരു ജില്ലയുടെ ജഡ്ജി ആരാണ്? ആത്യന്തികമായ ജഡ്ജി ആരാണ്? ഒരു കലക്ടറാണ്. അപ്പോൾ ആ കലക്ടർക്ക് ധർമ്മബോധമുണ്ടെങ്കിൽ ആ ജില്ലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കലക്ടർ അഴിമതിക്കാരനാണെങ്കിലോ തീർച്ചയായിട്ടും ആ നാട്ടിൽ, ആ ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെയാണ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കേണ്ട ആള് തന്നെ അത് ചോർത്തി കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിന് എന്താണ് പോംവഴി? ഇത് കേന്ദ്ര സർക്കാർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ AI ആശ്രയിക്കുമ്പോൾ അതിലൊക്കെ പിറകിലൊരു മനുഷ്യൻ വേണമല്ലോ. അപ്പൊ പിതാവിനാൽ മകൾ വീട്ടിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ആ പെൺകുട്ടിക്കില്ല. അതുപോലെ ഈ രാജ്യത്തിലെ നീറ്റ് പേപ്പർ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്, ആരാണിത് തയ്യാറാക്കുക എന്ന ചോദ്യത്തിന് മറുപടി കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് തന്നെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം, അല്ലെങ്കിൽ പല പ്രാവശ്യങ്ങളായിട്ട് അത് ചോർന്നിട്ടുണ്ട്. ചോർത്തപ്പെടുത്തിയ ആൾക്ക് ജീവിതത്തിൽ ഇനി രക്ഷയില്ലാത്ത രീതിയിൽ അവരെ ജയിലിലടച്ചിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് തല്ലുകൊണ്ടു, അതാണ് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങനെയാണ് പറയുന്നത്. സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു മാസമായിട്ട് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയല്ല അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു ബോധ്യവും കോൺഗ്രസിന്റെ പ്രതിനിധിക്കോ എനിക്കോ നിങ്ങൾക്കോ ഇല്ല. അദ്ദേഹം വരുന്നു, CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു, അദ്ദേഹത്തിന് തല്ലുകൊണ്ടു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ യുവസമൂഹമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ട യുവസമൂഹമാണ്. ഇതിന്റെ പിറകിൽ ആരൊക്കെയാണ്?
ഞാൻ 3 പേരെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളുടെ പേര് ഒമർ ഖാലിദ് എന്നാണ്. മറ്റൊരു പെൺകുട്ടിയുടെ പേര് അപരാജിത എന്നാണ്. മൂന്നാമത്തവന്റെ പേര് കനയ്യകുമാർ എന്നാണ്. JNUവിൽ നിന്ന് ഇവരെ പുറത്താക്കേണ്ടി വന്നു ദേശീയ ജനതയുടെ പ്രക്ഷോഭം കൊണ്ട് കുറെ വർഷം മുമ്പ്. ഇവരെന്താ ചെയ്തത്? ഭാരതത്തിന്റെ പാർലമെന്റ് മുറ്റത്ത് നമ്മുടെ സൈനികന്മാരെ വെടിവെച്ച് കൊന്നിട്ട കൊടും ഭീകരൻ അഫ്സൽ ഗുരുവിനെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ ദയാഹർജിയും അടക്കിയതിനു ശേഷം തൂക്കിക്കൊന്നു. ഇദ്ദേഹത്തിന്റെ 3ാമത് ചരമദിനം ആചരിച്ചു JNUവിൽ കനയ്യകുമാരനും ഒമർ ഖാലിദും അപരാജിതയും ചേർന്നു. അതിന്റെ പേരിലാണ് അന്ന് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഈ രാജ്യത്തിലെ സൈനികരെ കൊന്ന ആളുടെ ചരമദിനം ആചരിക്കുന്ന ഭാരതത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന നമ്മുടെ യുവാക്കൾ ആരാണിവർ? ഒമർ ഖാലിദ് ആരാ? ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ് മൗലാന മൗദൂദി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ദേശീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അതിന്റെ ദേശീയ പ്രസിഡന്റ് SQR ഇല്യാസിയുടെ മകനാണ് ഒമർ ഖാലിദ്. ആരാണ് അപരാജിത? CPIയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരായ D രാജയുടെയും ആനി രാജയുടെയും മകളാണ് അപരാജിത. ആരാണ് കനയ്യകുമാരൻ? ഈ രാജ്യത്തെ മാവോയിസ്റ്റ് നക്സലേറ്റത്തിലൂടെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഈ മാവോയിസ്റ്റുകളുടെ സന്തതിയാണ് ഈ കനയ്യകുമാർ. അപ്പം മാവോയിസ്റ്റുകളും CPIയും ജമാഅത്തെ ഇസ്ലാമിയും ഇവരാണ് ഈ സമരത്തിന്റെ പുറകിലുള്ളത്. ഈ ശക്തികളാണ്. 2026 മാർച്ച് 31 നമ്മുടെ നാട്ടിൽ സമ്പൂർണമായിട്ടും നക്സലേറ്റുകളെ ഇല്ലാതാക്കി. നക്സൽ ബാധിത പ്രദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ന് ഭാരതത്തില്ല. 60 കൊല്ലം ഈ നാട് ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഉള്ളിലെ ആളുകൾ തോക്കെടുത്ത് നാട്ടുകാരെ വെടിവെച്ചു കൊല്ലുന്നു നോക്കി നിന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിശക്തനായൊരു പ്രധാനമന്ത്രിയും അതുപോലെ ശക്തനായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ചേർന്നപ്പോൾ നക്സലിസം ഇല്ലാതായി നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇവരിന്ന് പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ യുവസമൂഹത്തെ ഇറക്കി വിടുകയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന് ആരും ന്യായീകരിക്കുന്നില്ല, ഗുരുതരമായ തെറ്റാണ്. അതിന് പരിഹാരം കാണുവാൻ ഭരണകൂടം അതിശക്തമായ പ്രവർത്തനങ്ങളും സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള സമഗ്ര പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ രാജ്യത്തിൽ അഴിമതി എന്നറിയാത്തൊരു 12 വർഷത്തെ ഭരണമാണ് നമുക്കുള്ളത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് 2014 ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നു അഴിമതി നടന്നു എന്ന്. നോക്കൂ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയും മൻമോഹൻ സിംഗും എല്ലാം ചേർന്ന് ഈ നാട് ഭരിക്കുന്ന സമയത്ത് 2014 വരെ 2004 to 2014 വരെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്? ഞാൻ ചില സംഭവങ്ങൾ പറയാം. അഴിമതിയുടെ ഇതിന്റെ 0 നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം. ഒന്നാമത്തേത് കൽക്കരി കുംഭകോണം, 3 ലക്ഷം കോടി രൂപയുടെ അഴിമതി. 2G സ്പെക്ട്രം അതായിരുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ അഴിമതി, 1.76 ലക്ഷം കോടി രൂപ. കോമൺവെൽത്ത് ഗെയിംസ് നമ്മുടെ നാട്ടിൽ നടന്നു, അതിൽ 72,000 കോടിയുടെ അഴിമതി. സുരേഷ് കൽമാടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഉള്ളിലായി. ഈ രാജ്യം അപമാനത്തിന്റെയും അഴിമതിയുടെയും പടുകുഴിയിൽ പതിച്ചു പോയൊരു കാലഘട്ടത്തിലാണ് ഈ രാഷ്ട്രത്തിനൊരു രക്ഷകൻ ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2014 മെയ് 26 ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോദിജി അധികാരമേൽക്കുമ്പോൾ BJPക്ക് മാത്രം 282 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ രാജ്യം തനിച്ചു ഭരിക്കുവാൻ 272 സീറ്റേ ആവശ്യമുള്ളൂ. അതിനേക്കാൾ 10 സീറ്റ് NDAക്ക് 336 സീറ്റ്. 5 വർഷത്തെ അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ ഭരണം, അഴിമതിരഹിതമായ രാജ്യത്തിന്റെ പ്രൗഢി ലോകം മുഴുവൻ ഉയർന്നു. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ ലോകം മുഴുവൻ ആദരവ് അവാർഡുകൾ അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കാൻ തുടങ്ങി. 2019 5 വർഷം പൂർത്തിയായി വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിശക്തമായിട്ട് അന്ന് നടപ്പിലാക്കി. അദ്ദേഹം 370-ാം വകുപ്പ് 2019 എടുത്ത് കാശ്മീരിനെ ഈ രാജ്യത്തിന്റെ ഭാഗമാക്കി തീർത്തു. അങ്ങനെ വലിയ വിപ്ലവങ്ങൾ നടത്തിയ അദ്ദേഹത്തെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തു. 303 സീറ്റുമായിട്ട് BJP അധികാരത്തിൽ വന്നു. 2019 NDAക്ക് 352 സീറ്റ് കിട്ടും. മോദിജി ഞങ്ങൾക്ക് അങ്ങയിൽ വിശ്വാസമുണ്ട്, ഇനിയും ഒരു 5 വർഷം അങ്ങ് നാട് ഭരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 10 വർഷം ഭരണം പൂർത്തിയാക്കി 2024 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെ നമ്മൾ പറയാറുണ്ട് എലിയും പാമ്പും കീരിയും പൂച്ചയും എല്ലാം ഒന്നായി ഇന്ത്യ സഖ്യമുണ്ടാക്കി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശിവസേനയും ഒരു വേദിയിൽ, ഞങ്ങളുടെ മലബാറിൽ അലുവയും മത്തിക്കറിയും എന്ന് പറയും, ഇങ്ങനെയുള്ളൊരു സഖ്യമുണ്ടായി. അത് BJPക്ക് സത്യത്തിൽ നല്ല തിരിച്ചടി കിട്ടി. BJPക്ക് കേവലം ഭൂരിപക്ഷം കിട്ടിയില്ല, 240 സീറ്റിൽ ഒതുങ്ങി. NDA 303 സീറ്റിലേക്ക്. എങ്കിലും BJP
മോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും നാട് ഭരിച്ചു. അപ്പോഴാണ് മോദിജി കാര്യം മനസ്സിലാക്കിയത്, ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർത്തെറിയണം. അത് നേതൃത്വം കൊടുത്തിരുന്ന മമതാ ബാനർജിയുടെ സ്ഥിതി, ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. സ്റ്റാലിൻ, അതായത് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയോട് ഉപയോഗിച്ച് സ്റ്റാലിനെ ഒരു സൈഡാക്കി. അതുപോലെ ശിവസേനയെ പിളർത്തി. ശിവസേനയിൽ പ്രമുഖ ഷിൻഡെ വിഭാഗം ഇങ്ങോട്ട് വന്നു. ഇന്ന് NDAയുടെ സഖ്യകക്ഷി 330 സീറ്റിലേക്കും BJPയിൽ ചേർന്നപ്പോൾ അത് 300 സീറ്റിലധികവും ആയി കഴിഞ്ഞു. അതായത് BJPക്ക് 240 സീറ്റിൽ നിന്ന് വലിയ മുന്നേറ്റം കഴിഞ്ഞ 2 വർഷം കൊണ്ട് നടത്തുവാൻ കഴിഞ്ഞു. ഈ രാജ്യത്തിലെ 22 സംസ്ഥാനങ്ങൾ BJP NDA കക്ഷിയുടെ അണ്ടറിൽ വരികയും ചെയ്തു. അതിൽ പ്രധാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് 1 കോടി ആളുകൾ ബംഗ്ലാദേശികളായിരുന്നു. അവരെല്ലാം തിരിച്ച് അങ്ങോട്ടേക്ക് പോയി. BJP ജയിച്ചു. SIR നടപ്പിലാക്കി, സമഗ്ര വോട്ടർ പട്ടിക പരിശോധന നടപ്പിലാക്കിയ സമയത്ത് ഈ രാജ്യത്തിലെ ഒരുപാട് കള്ളവോട്ടുകൾ ഇല്ലാതായി. കേരളത്തിൽ മാത്രം ഏകദേശം 30 ലക്ഷത്തോളം വോട്ടുകൾ ഇല്ലാതായി. മരിച്ച ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്യായിരുന്നു, അതൊക്കെ ഇല്ലാതായി. അപ്പോൾ ഈ രാജ്യം ശരിയായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ രീതിയിൽ രാജ്യം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. 38 രാജ്യങ്ങളിൽ അവരുടെ പരമോന്നത ബഹുമതി നൽകി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിച്ചിരിക്കുന്നു. ലോക ചക്രവർത്തി പദവിയിലേക്ക് നരേന്ദ്രമോദി ഉയരുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത നമ്മുടെ യുവസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ റോട്ടിലിറക്കി, അവരെ കൊണ്ട് ട്രെയിനിന് കല്ലെറിയിച്ച്, പത്രപ്രവർത്തകരെ അറ്റാക്ക് ചെയ്ത്, അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കും. പോലീസിൽ ആത്തിയടി ഉണ്ടാകാറുണ്ട്. അതൊന്നും ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന വിഷയങ്ങളല്ല. മരണമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന് നേതൃത്വം കൊടുത്ത അമേരിക്കയിൽ നിന്ന് വന്ന ദീപകിനെ സ്വീകരിച്ചു കൊണ്ടുപോയിട്ട് ആ പറയുന്ന സമരം നടക്കുന്ന ഗ്രൗണ്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. ജനാധിപത്യ സമരം എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾ കാണണമെങ്കിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് PSCയുടെ നമ്മുടെ ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ നമ്മുടെ പല സെലിബ്രിറ്റികളും ഇത് കണ്ടിട്ടില്ല. ആശാ വർക്കേഴ്സ് 1 വർഷത്തിലധികം പട്ടിണി കിടന്ന് സമരം ചെയ്തപ്പോൾ നിങ്ങൾ ആരും ഈ സമരം കണ്ടിരുന്നില്ല. പലതരത്തിലുള്ള സമരങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ കഴിഞ്ഞ 10 വർഷം നടന്നപ്പോൾ കാണാത്ത പല ആളുകളും CJPയുടെ സമരത്തെ പിന്തുണക്കുന്നത് കാണുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ നക്സലേറ്റുകളുടെയും എല്ലാം അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്നവരാണ്. ഇതിൽ വന്നിരിക്കുന്ന 100% ആളുകളും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നവരല്ല, രാജ്യത്തോട് കൂറുള്ളവരല്ല, ഈ രാജ്യം തകർന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തിലെ നമ്പർ 1 രാജ്യത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പിനിടയിൽ പറ്റിയ ചെറിയൊരു അബദ്ധമായിട്ട് ഈ ഒരു നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത്, അതിനെ ആരും ഗൗരവത്തിൽ എടുക്കാതിരിക്കുന്നില്ല. പ്രധാനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു, അതായത് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ ദുഷ്ടശക്തികളെയും ജയിലിൽ അടച്ചിട്ടുണ്ട്. പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കും. ഇതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. ഇത് കേവലം നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. 22 സംസ്ഥാനങ്ങളല്ല, 28 സംസ്ഥാനങ്ങളും BJP കണ്ടറിൽ വരാൻ പോകുന്ന കാലഘട്ടവും വിദൂരമല്ല. ഈ രാജ്യം 2029 400 സീറ്റുമായിട്ട് BJP ഭരിക്കുമെന്ന കാര്യം ഇപ്പോൾ തന്നെ തീർച്ചയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുവത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ തകർക്കുവാനുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹസംവാദകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.